നമസ്കാരം. വോൾട്ട ഇലക്ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടി ഇതിന് എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വട്ടവടയാണ് ഒരു സൈറ്റിൽ. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 3 kVയുടെ 2 UPS അതേപോലെ ഒരു 1 kVയുടെ ഒരു UPS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എത്ര ബാറ്ററി ഉണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ഏകദേശം 80Hൻ്റെ, അതായത് 80Hൻ്റെ 12 വോൾട്ടിൻ്റെ HBLൻ്റെ ബാറ്ററീസാണ്. ഒരു UPS 3 kVയുടെ UPSന് ഏകദേശം 96 വോൾട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഏകദേശം 8 ബാറ്ററീസാണ് ഇവിടെ എടുത്തത്. അതേപോലെ തന്നെ മറ്റൊരു 8 ബാറ്ററീസാണ് ഇവിടെ കണക്ട് ചെയ്തത്. മൊത്തത്തിൽ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്, പാരലൽ അല്ല, മൊത്തത്തിൽ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. കാരണം പാരലിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഈ കാണുന്നുണ്ടോ, നമ്മൾ ഈ സീരിയസിലായതുകൊണ്ട് ഇതിൽ വോൾട്ടേജ് ആണെങ്കിൽ കൂടുന്നുണ്ടാവും. പക്ഷേ കറണ്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ 80 ആംപിയർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ പാരൽ ചെയ്ത് ഏകദേശം 800 ആംപിയറോളം വരും. ഇപ്പോൾ ഇത്ര ആംപിയറൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ പാരലൈൻ ഉപയോഗിക്കുന്ന ബസ് ബാറുകൾ, ഇതുപോലുള്ള ബസ് ബാറുകൾ, ഇപ്പോൾ 200Hൻ്റെ ആയതുകൊണ്ട് ബസ് ബാറുകൾ, ഇതുപോലുള്ള ബസ് ബാറുകൾ ഉപയോഗിക്കണം. പിന്നെ അതേപോലെ തന്നെ വോൾട്ടേജ് ഒരു സ്റ്റേബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പാരൽ ചെയ്യാത്തത്. സീരിയസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റേബിൾ വോൾട്ടേജ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കാരണം സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് ഒരിക്കലും സ്റ്റേബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് Fuji Electric എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മളിവിടെ UPS നമ്മൾ എടുത്ത് തിരഞ്ഞെടുത്തത്. ഈ കാണുന്നതാണ് Fuji Electric എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 3 kVയുടെ UPS ആണ്. ഓൺലൈൻ UPS ആണ് ഈ കാണുന്നത്. ഈ രണ്ടും 3 നമ്മൾ ഓൺലൈൻ UPS ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ Fuji Electric എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് കമ്പനിയാണ്. അപ്പോൾ ഇവർ ഇന്ത്യയിൽ ഇപ്പോൾ വന്ന് ചെന്നൈയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, Fuji Electric India Private Limited എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ കേരളത്തിൽ കുറേ ഇൻസ്റ്റാളേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് നമ്മുടെ UPS കൂടുതൽ Fuji എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് സർവീസിന് മെറ്റീരിയൽസ് കൂടുതൽ അവൈലബിൾ അവരുടെയാണ്. ഈ കാണുന്ന ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HBLൻ്റെ ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ 80Hൻ്റെ SMF ബാറ്ററീസാണ് ഈ ഇരിക്കുന്നത് ഓരോന്നും. ഇത് ഏകദേശം 16 ബാറ്ററിയോളം ഉണ്ട്. ഇത്രയും ബാറ്ററികളാണ് വരുന്നത്. ഇപ്പോൾ ഈ നമ്മൾ Fuji എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡേറ്റ മോണിറ്റർ ചെയ്യാനും അതേപോലെ കുറച്ചുകൂടി സപ്പോർട്ടീവ് AMC ഒക്കെ കൂടുതലും കുറച്ചുകൂടി നല്ലത് ഇവരുടെയാണ്. ഇതിപ്പോൾ ഞാൻ ചാർജിലിട്ടേക്കാണ്. ഇതിൻ്റെ ചാർജിങ് ആംപിയറും കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിങ് ആംപിയർ ഏകദേശം ഇപ്പോൾ ചാർജിങ്ങിൽ ഏകദേശം 4.5 ആംപിയറോളം ചാർജിങ് വരുന്നത്. ഇപ്പോൾ കറണ്ട് AC സപ്ലൈ ഉണ്ട്. 205 വോൾട്ട് സ്റ്റേബിൾ. UPSൻ്റെ ഏറ്റവും വലിയ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. UPS എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് 203 ഉള്ളൂ. പക്ഷേ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും 230 വോൾട്ട് സ്റ്റേബിളായി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സിസ്റ്റമുകളും അതേപോലെ നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് ഡൗൺ ആയി പോയിക്കുന്ന സെർവറും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഡൗൺ ആയി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് UPS ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 2 UPS ഉപയോഗിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു മാസ്റ്റർ സ്ലേവിങ് സിസ്റ്റമാണ്. ഈ ഒരു UPS മാസ്റ്ററായിട്ടും ഈ ഒരു UPS സ്ലേവായിട്ടും വർക്ക് ചെയ്യും. അതിൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബാങ്ക് ആയതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്താൽ ഒരു ഇൻവേർട്ടർ കേടായി പോയി കഴിഞ്ഞാൽ അത് സർവീസായി വരാനോ അല്ലെങ്കിൽ അത് അറിയാണ്ട് പോയാൽ പോലും ഈ മൊത്തത്തിൽ സിസ്റ്റം ഡൗൺ ആയി പോകാൻ പാടില്ല. കാരണം ഇവിടെ സെർവർ ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതായിപ്പോയി. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു മാസ്റ്റർ സ്ലേവ് സ്വിച്ചാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അത് നമുക്ക് കണ്ടറിയാം. ഇതൊരു സ്വിച്ചാണ്. ഇതൊരു UPSൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മളൊരു മാസ്റ്ററിലേക്കും അടുത്ത പ്ലഗായ സ്ലേവിലേക്കും കൊടുക്കും. എന്നിട്ട് ഒരൊറ്റ ഔട്ട്പുട്ടാക്കി എടുക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് UPS ഓഫായി പോയാലും സെക്കൻഡ് UPS വെച്ച് നമുക്ക് വർക്കാവുന്നതാണ്. അതിനാണ് മാസ്റ്റർ സ്ലേവ് സ്വിച്ച് ഉപയോഗിക്കുന്നത്. അവിടെ കാണുന്ന DC സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കാണുന്നത് ഒരു 1 kVയുടെ 36 വോൾട്ട് 200Hൻ്റെ മറ്റൊരു സിസ്റ്റം കൂടിയാണ്. ഇത് ഒരു ചെറിയ സിസ്റ്റമാണ്. 1 kV വന്നിട്ട് 200Hൻ്റെ 3 ബാറ്ററീസ് ഉള്ളൊരു സിസ്റ്റമാണ്. അത് HBL തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ UPS ഇൻസ്റ്റാൾ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ബാറ്ററിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഈ UPSൻ്റെ അത് കൂടുതലായിട്ടും ലെഡ് ആസിഡ് ബാറ്ററീസിനേക്കാളും കൂടുതൽ SMF ബാറ്ററീസാണ് ഉപയോഗിക്കുന്നത്. കാരണം ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് അതിൻ്റെ അത് ഓരോ പ്രാവശ്യം ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാട്ടർ, അതായത് നമ്മുടെ വെള്ളം അവിടെ നിന്ന് പോവാണ്. അപ്പോൾ SMFലാവുന്ന സമയത്ത് UPS ഒരു കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒരു ദിവസം തന്നെ ഒരു 2, 3, 4 തവണ പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററീസ് നമ്മൾ കൊടുക്കാറില്ല. കൂടുതലായിട്ട് SMF ബാറ്ററീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പറഞ്ഞ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി നിങ്ങൾ തോന്നുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ കണ്ടുപിടിച്ചേ. ഗുഡ് ബൈ.